ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ ഗെയിമിലാണെങ്കിൽ ബ്ലൂ ലോക്കിനെ അനുവദിച്ച് കുറേ ഈവൻസും കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഈവൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഈവൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിംഗ് ഈവൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു റിംഗ് ഈവൻറ്റിൽ മെയിനായിട്ട് വരുന്നത് ഒരു ബണ്ടിലാണ്. ഇതിൻ്റെ ബണ്ടിലിൻ്റെ പേര് ഇസാഗി ടീം എന്നാണ് ഈ ഒരു ബണ്ടിലിൻ്റെ പേര്. അപ്പോൾ ഇതിലും ബേസിക്കും ഉണ്ട്, കസ്റ്റമൈസ്ഡും ഉണ്ട്. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒരു റിമോട്ടാണ്. ഈ റിമോട്ടാണെങ്കിൽ ഒരു ഫുട്ബോൾ തട്ടണ പോലത്തെ റിമോട്ടാണ്. പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൂ വാൾ സ്കിന്നും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതിലുള്ളത്, ഈ റിംഗ് ഈവൻറ്റിൽ. അടുത്തായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കുറേ ഐറ്റംസ് കിട്ടുന്നത്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 4 ഉണ്ട്. അപ്പോൾ ഓരോന്നോരോന്നിട്ട് പറയാം. അപ്പോൾ ആദ്യത്തെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ബൂയ ഇൻ BR ഓർ CS ഓർ ലോങ് വൂഫ് എന്ന് വെച്ചാൽ നമ്മുടെ BR-ലോ അല്ലെങ്കിൽ CS-ലോ ലോങ് വൂഫിലോ ബൂയ അടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യം ബൂയ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗോൾഡ് കിട്ടും. പിന്നെ 4 പ്രാവശ്യം ബൂയ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാനറും കിട്ടും. പിന്നെ 8 പ്രാവശ്യം ബൂയ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാക്ടണിൻ്റെ ക്രിയേറ്റ് കിട്ടും. പിന്നെ 16 പ്രാവശ്യം ബൂയ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാരഷ്യൂട്ട് കിട്ടും. പിന്നെ 24 പ്രാവശ്യം ബൂയ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെക്ടറിൻ്റെ സ്കിന്നും കിട്ടും. അപ്പോൾ ഇത്ര റിവാർഡ്സാണ് ഇതിലുള്ളത്. ഇനി അടുത്ത് നോക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു CS-ൻ്റെ ചാലഞ്ചാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ എലിമിനേറ്റ് എനിമീസ് ഇൻ CS റാങ്ക്ഡ്, അതായത് CS റാങ്ക്ഡിൽ എനിമികളെ കൊല്ലാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 എനിമികളെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ 2 ക്രിയേറ്റ് കിട്ടും. പിന്നെ 20 എനിമികളെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു AWMൻ്റെ ക്രിയേറ്റ് കിട്ടും. പിന്നെ 30 എനിമികൾ കൊന്നു കഴിഞ്ഞാൽ ഈ ഒരു അവതാരം കളിക്കാൻ കിട്ടും. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. അച്ചീവ് ടോപ്പ് ഇൻ 3 ഇൻ BR റാങ്ക്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഇത് എന്ത് മെഷീനാണ് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിലുള്ള റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 നോർമൽ ക്രിയേറ്റ് ഉണ്ട്. പിന്നെ നമുക്കൊരു MP40ൻ്റെ ക്രിയേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ നമുക്കൊരു അവതാറും ഉണ്ട്. അപ്പോൾ ഇതെന്ത് മെഷീനാണെന്ന് കിട്ടിയില്ല. കിട്ടുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരാത്തത്. ഇനി നമുക്ക് 4ാമത്തെ മെഷീൻ നോക്കാം. 4ാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് 200 മിനിറ്റ്സ് കളിക്കാനാണ് പറയണത്. അപ്പോൾ 100 മിനിറ്റ്സ് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗോൾഡ് കിട്ടും. പിന്നെ 200 മിനിറ്റ്സ് കളിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൈക്കിൻ്റെ സ്കിന്ന് കിട്ടും. അപ്പോൾ ഇത് BR-ലോ അല്ലെങ്കിൽ CS-ലോ ലോങ് ഓഫ് കളിച്ച് 200 മിനിറ്റ് ആക്കിയാൽ മതി, ഈ ബൈക്കിൻ്റെ സ്കിന്നും കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ഓളുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടുത്തൊരു വീഡിയോ വരുന്നവരെ ടാറ്റ, ബൈ ബൈ.